ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ കുടുംബശ്രീ വഴി നടത്തുന്ന കരാർ നിയമനങ്ങളെക്കുറിച്ചുള്ള വാർത്തയാണ് പറയുന്നത്. വിജ്ഞാപനം വനിതകൾക്ക് മാത്രം. സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ കുടുംബശ്രീ ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്ന സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കുകളിൽ സർവീസ് പ്രൊവൈഡർ സേവനദാതാവ് തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിലുള്ള ഒഴിവുകളിലേക്ക് യോഗ്യരായ കുടുംബശ്രീ അംഗങ്ങളോ കുടുംബശ്രീ കുടുംബാംഗങ്ങളോ ആയ വനിതാ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിക്കുന്നു. തസ്തിക സർവീസ് പ്രൊവൈഡർ. ഒഴിവ് 4. ഇടുക്കി, കാസർഗോഡ്, കണ്ണൂർ, കൊല്ലം ജില്ലകളിൽ ഓരോ ഒഴിവുകൾ വീതം. നിയമന രീതി കരാർ നിയമനം. കരാറിൽ ഏർപ്പെടുന്ന ദിവസം മുതൽ 31/3/2026 വരെയായിരിക്കും കരാർ കാലാവധി. പ്രവർത്തന മികവ് പരിശോധിച്ച് കരാർ ദീർഘിപ്പിക്കുന്നതാണ്. വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം. പ്രായപരിധി 31/1/2025 40 വയസ്സിൽ കൂടാൻ പാടുള്ളതല്ല. മേൽ വിവരിച്ച യോഗ്യതയും പ്രവൃത്തി പരിചയവുമുള്ള നിലവിൽ കുടുംബശ്രീയുടെ കമ്മ്യൂണിറ്റി കൗൺസിലറായി പ്രവർത്തിക്കുന്ന 50 വയസ്സിൽ താഴെയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. പ്രവൃത്തി പരിചയം. മുൻപരിചയം നിർബന്ധമില്ല. എന്നാൽ 2 വർഷം പ്രവൃത്തി പരിചയം ഉള്ളവർക്ക് മുൻഗണന. കുടുംബശ്രീ അംഗങ്ങളോ കുടുംബശ്രീ കുടുംബാംഗങ്ങളോ ആയിരിക്കണം അപേക്ഷകർ. വേതനം പ്രതിമാസം 20,000 രൂപ വീതം. ജോലിയുടെ സ്വഭാവം. കുടുംബശ്രീ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കുകളിൽ എത്തുന്നവർക്കും അന്തേവാസികൾക്കും ആവശ്യമായ സേവനങ്ങൾ ലഭ്യമാക്കൽ. കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഫീൽഡ് തലത്തിലും സേവനങ്ങൾ ലഭ്യമാക്കൽ. സ്ത്രീ പദവി സ്വയം പഠന പ്രക്രിയയുടെ ഭാഗമായി കണ്ടെത്തുന്ന നിരാലംബരായ വനിതകൾക്കും കുട്ടികൾക്കും ആവശ്യമായ സേവനങ്ങൾ ലഭ്യമാക്കൽ. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിലുള്ള ജെൻഡർ റിസോഴ്സ് സെന്ററുകളിൽ വിവിധ ആവശ്യങ്ങളുമായി എത്തുന്നവർക്ക് ആവശ്യമായ സേവനങ്ങൾ ലഭ്യമാക്കൽ. അപേക്ഷ സമർപ്പിക്കേണ്ട രീതി. അപേക്ഷ നിശ്ചിത ഫോർമാറ്റിൽ സമർപ്പിക്കേണ്ടതാണ്. നിയമനം സംബന്ധിച്ച നടപടികൾ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് CMD മുഖാന്തിരമാണ് നടപ്പിലാക്കുന്നത്. അപേക്ഷാർത്ഥികൾ 500 രൂപ പരീക്ഷാ ഫീസായി അടയ്ക്കേണ്ടതാണ്. നിയമന പ്രക്രിയ. സമർപ്പിക്കപ്പെട്ട ബയോഡാറ്റകളും പ്രവൃത്തി പരിചയവും വിശദമായി പരിശോധിച്ച് സ്ക്രീനിംഗ് നടത്തി യോഗ്യമായ അപേക്ഷകൾ മാത്രം തെരഞ്ഞെടുക്കുന്നതിനുള്ള പൂർണ്ണ അധികാരം CMDക്ക് ഉണ്ടായിരിക്കും. ഉദ്യോഗാർത്ഥികളുടെ ബയോഡാറ്റ സ്ക്രീനിംഗ് നടത്തി യോഗ്യതയും പ്രവൃത്തി പരിചയവും പരിഗണിച്ച് യോഗ്യരായവർക്ക് എഴുത്തുപരീക്ഷ, ഇന്റർവ്യൂ എന്നിവ നടത്തി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനുള്ള പൂർണ്ണ ചുമതല CMDക്കാണ്. അപേക്ഷക എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട വിലാസം www.cmd.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി മാർച്ച് 4, 2025 വൈകുന്നേരം 5 മണി. മറ്റു നിബന്ധനകൾ. അപേക്ഷകർ കുടുംബശ്രീ ജില്ലാ മിഷനുകളിലോ സംസ്ഥാന മിഷനിലോ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. കൂടാതെ ഓൺലൈൻ അല്ലാതെ ലഭിക്കുന്ന അപേക്ഷകളും യഥാസമയം ലഭിക്കാത്ത അപേക്ഷകളും അംഗീകരിച്ച യോഗ്യതകൾ ഇല്ലാത്തതുമായ അപേക്ഷകളും പരിഗണിക്കുന്നതല്ല. പരീക്ഷാ ഫീസും സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റും അപേക്ഷയോടൊപ്പം ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമന ശുപാർശ ലഭിക്കുന്ന ഉദ്യോഗാർത്ഥി യഥാസമയം ജോലിയിൽ പ്രവേശിക്കാത്ത പക്ഷം നിയമനം റദ്ദാകുന്നതും ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നതുമാണ്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി പ്രസിദ്ധീകരിച്ച തീയതി മുതൽ 1 വർഷത്തേക്കായിരിക്കും. ഒഴിവുകളുടെ എണ്ണത്തിൽ മാറ്റം ഉണ്ടായേക്കാം. നിയമനം ലഭിക്കുന്നവർ സംസ്ഥാനത്തിലെ ഏത് ജില്ലയിലും പ്രവർത്തിക്കാൻ സന്നദ്ധരായിരിക്കണം. കൂടാതെ നിയമനം ലഭിക്കുന്ന ജില്ലയിൽ കരാർ കാലാവധി അവസാനിക്കുന്നതുവരെ സേവനമനുഷ്ഠിക്കേണ്ടതുമാണ്. അപേക്ഷ അയക്കാനായി CMDയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം cmd.kerala.gov.in/recruitment. നോട്ടിഫിക്കേഷൻ ഫോർ റിക്രൂട്ട്മെന്റ് ടു ദ പോസ്റ്റ് ഓഫ് സർവീസ് പ്രൊവൈഡർ അറ്റ് കുടുംബശ്രീ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കാണാനായി വ്യൂ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും വായിച്ചു നോക്കിയതിനു ശേഷം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാൻ അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക.
ലോഗിൻ ടു പ്രൊസീഡ്. ന്യൂ യൂസർ ആണെങ്കിൽ രജിസ്റ്റർ ഹിയർ കൊടുത്ത് രജിസ്ട്രേഷൻ ചെയ്യുക. ഇൻസ്ട്രക്ഷൻ ഫോർ ഓൺലൈൻ ആപ്ലിക്കേഷൻ വായിച്ചു നോക്കിയതിനു ശേഷം ചെക്ക് ബോക്സ് ഓൺ ആക്കുക. കണ്ടിന്യൂ കൊടുത്ത് പേര്, ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. കിട്ടുന്ന ഐ ഡി വെച്ച് രജിസ്ട്രേഷൻ ഐ ഡിയും ഡേറ്റ് ഓഫ് ബർത്തും മൊബൈൽ നമ്പറും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിനു ശേഷം അപേക്ഷ പൂരിപ്പിച്ച് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇന്നത്തെ വാർത്ത ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി.